ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കാം. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. 1 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ട 2 ഇൻഗ്രീഡിയൻസ് ആണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 മുട്ട. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മസാലപ്പൊടികളെല്ലാം മിക്സാക്കിയതിന് ശേഷം വേണമെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് മിക്സാക്കാം കേട്ടോ. ഞാനിത് എല്ലാം കൂടി ഒരുമിച്ചാണ് മിക്സാക്കി എടുക്കുന്നത്. ഒരു മുട്ട കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും കേട്ടോ. അതില്ലെങ്കിൽ കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളറാണെങ്കിൽ അതുകൂടി ചേർത്താൽ മതി. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. 1 മണിക്കൂറോ 2 മണിക്കൂറോ വേണമെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലാണോ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കട്ടെ. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഒന്ന് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹാർഡായി പോകും. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ ചിക്കൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, അവർ ഇതിൻ്റെ റെസിപ്പി ചോദിക്കാതെ പോവില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ രുചികരമായിട്ടുള്ള ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.